ഇന്നൊരു സ്നാക്സ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുകളിൽ ഐക്കാർഡിലും വീഡിയോയുടെ അവസാനവും കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു 1/4 കപ്പ് അളവിൽ സോയാബീൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ടൈപ്പിലുള്ള സോയാബീനാണ്. അപ്പോൾ ഏത് ടൈപ്പിലുള്ളതും എടുക്കാം. ഇനി ഇതൊന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെക്കാം. അതേപോലെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള ഉള്ളിയും ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ വഴന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ക്യാപ്സിക്കം അല്പം ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ സോയാ സോസും 2 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിഞ്ഞു പോകാത്ത ടൈപ്പിലുള്ള ബ്രെഡ് എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അല്പം ഹോൾസും പൊടിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള ബ്രെഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആണെങ്കിൽ ഇങ്ങനെ ആവി കയറ്റി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ചൂടോടെ തന്നെ നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ അതിനുശേഷം ഇതേപോലെ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ബ്രെഡും ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ കുറച്ച് ബ്രെഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഫില്ലിങ്ങിൽ നിന്നും പകുതി ഞാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മയണൈസ് ചേർക്കാതെയും ചെയ്യാം. ഞാൻ 2 രീതിയിലും ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ ബ്രെഡിലേക്കും ഇത് കുറച്ച് വെച്ച് കൊടുത്ത ശേഷം ചുറ്റിലും വെള്ളം വെച്ചൊന്ന് നനച്ചു കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ മടക്കിയിട്ട് സൈഡൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം.
ഈ ഒരു ഫില്ലിങ് മയണൈസ് ചേർക്കാത്ത ഫില്ലിംഗ് ആണ്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ട ഇവിടെ അല്പം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുക്കാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇടയ്ക്ക് ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അധികം എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. മയണൈസ് ചേർത്ത ഫില്ലിംഗ് ആണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റേതും കുഴപ്പമൊന്നുമില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. എല്ലാവരും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.